അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്രിബ് ഇശാഇൻ്റെ ഇടയിലുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പഴമക്കാരായിട്ടുള്ള ആളുകൾ വേറെ സംസാരങ്ങൾക്കൊന്നും അവർ സമയം മാറ്റി വെക്കാറില്ല. അത് ആ സമയത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. പ്രധാനമായും വിശുദ്ധ ഖുർആനിൽ സ്ഥിരമായി ഓതേണ്ട സൂറത്തുകൾ നമ്മൾ പലരും ആ ഒരു സമയത്ത് അശ്രദ്ധമായി ഒഴിവാക്കുന്നത് കാണാറുണ്ട്. സൂറത്തുൽ മുൽക്ക്, തബാറക്ക സൂറത്തിൽ നമ്മൾ വിളിക്കുന്ന സൂറത്തുൽ മുൽക്ക്, അത് ആ ഒരു സമയത്ത് മഗ്രിബ് ഇശാഇനിടയിലുള്ള സമയം 30 ആയത്തുകളാണ് ആ സൂറയിലുള്ളത്. അത് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിനെ നമുക്ക് വേണ്ടി നാളെ നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് രക്ഷിക്കാനായി ആ സൂറത്തിനെ അല്ലാഹു തആല മാറ്റിവെക്കുമെന്നതാണ്. സൂറത്തുൽ മുൻജിയ എന്നൊക്കെ അതിന് പേരുകളുണ്ട്. വിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഅ്തിൽ ഖുർആനു ഷഫീഅൻ ലി സ്വാഹിബി ഔ കമാ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ അത് ഓതുന്ന ആളുകൾക്ക് ശുപാർശകനായി നാളെ പരലോകത്ത് പ്രത്യക്ഷപ്പെടുമെന്നാണ്. അപ്പോൾ ഒരു സൂറത്ത് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ ലോകത്ത് എല്ലാത്തിനെയും എല്ലാ വസ്തുക്കൾക്കും വുജൂദ് നൽകിയ അല്ലാഹുവിന് ഒരു സൂറത്തിനെ നമ്മുടെ രക്ഷകനായി അല്ലെങ്കിൽ കൂട്ടുകാരനായി പ്രത്യക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ സൂറത്ത് അത് ഓതിയ ആൾക്ക് വേണ്ടി തർക്കിക്കുമെന്നും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സൂറത്തുമായിട്ടുള്ള ബന്ധം ചില ആളുകൾ എപ്പോഴും യാസീൻ സൂറത്ത് ഓതുന്നതായി കാണാം. അപ്പോൾ നിരന്തരമായി സ്ഥിരമായി നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ആമിന റസൂലു, ഇങ്ങനെ തുടങ്ങി ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തുകളോ അതല്ലെങ്കിൽ സൂറത്തുകളോ അത് ആത്മാർത്ഥമായിട്ടാണ് നമ്മളത് ഓതുന്നത് എങ്കിൽ അത് കാരണമായിട്ട് നമുക്ക് നാളെ രക്ഷപ്പെടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി എല്ലാ സമയത്തും നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് സ്ഥിരമായി ഓതാറുണ്ടായിരുന്നു. അങ്ങനെ തങ്ങളുടെ ചെവിയിൽ അതൊരു പരാതിയായി ആരോ എന്ന് പറഞ്ഞു. എപ്പോഴും ഇദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസാണ് ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എപ്പോഴും ഇദ്ദേഹം ഓതും, വേറൊരു സൂറത്തും അദ്ദേഹം ഓതാറില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് നിനക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു പ്രേരണ എന്താണ്? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞത്, ഹബീബായ നബി തങ്ങളെ, എനിക്ക് എന്താണെന്നറിയില്ല, മറ്റ് സൂറത്തുകളോടുള്ളതിനേക്കാളും ഏറ്റവും ഒരു ബന്ധം, എനിക്കൊരു സ്നേഹം ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഈ സൂറത്തിനോടുണ്ട്. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ്, ഇഷ്ടത്തിൻ്റെ പേരിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് എന്ന അർത്ഥത്തിൽ ഞാൻ എപ്പോഴും ഓതാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തിക്ക് അംഗീകാരം നൽകിക്കൊണ്ട് പറഞ്ഞത്, ഹുബ്ബുക ഇയ്യാഹ തുദ്ഖിലുക്കൽ ജന്ന, നിൻ്റെ ആ സൂറത്തിനോടുള്ള ഒരു സ്നേഹം, ഇഷ്ടം, അത് നിന്നെ സ്വർഗത്തിലെത്തിക്കുമെന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ഇങ്ങനെ ഈ റജബ്, പവിത്രമായ റജബിൽ ഇത്തരം ചില നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഖുർആനിൽ നിന്ന് നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ചില ആയത്തുകളോ ചില സൂറത്തുകളോ ഉണ്ടായിരിക്കുക എന്നതും നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയ നമ്മൾ പലരും ഓതാറുള്ളൊരു സൂറത്താണ്. ഇദാ വഖഅത്തിൽ വാഖിയ, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ ആ സൂറയിൽ അല്ലാഹു പറയുന്നുണ്ട്. ആ സൂറത്ത് നമ്മുടെ കുട്ടികൾക്ക് കൂടി പഠിപ്പിക്കേണ്ട ഒരു സൂറയാണ്.
നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് പട്ടിണിയും ദുരിതങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിലുള്ള ഏറ്റവും വലിയ മറുമരുന്ന് അത് സൂറത്തുൽ വാഖിയയാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വലിയ ബാധ്യതയുള്ള സ്വഹാബികളുണ്ടായിരുന്നു. ജാബിർ റളിയല്ലാഹുവിനെ പോലെയുള്ള അബ്ദുല്ലാഹിബ്നു ജാബിർ റളിയല്ലാഹുവിനെ അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ആ വലിയ ബാധ്യത, വലിയ കടബാധ്യത, അതുപോലെ തന്നെ വീട്ടിലെ പ്രയാസം, ദാരിദ്ര്യം, ഇതൊക്കെ നീങ്ങാൻ നിർദ്ദേശിച്ചത് സൂറത്തുൽ വാഖിയയാണ്. ആ സ്വഹാബി വര്യൻ തൻ്റെ പെൺമക്കൾക്ക് പ്രത്യേകം അത് പഠിപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ ദാരിദ്ര്യങ്ങളും അകലുന്ന ഒരു ഐശ്വര്യവും സമൃദ്ധിയും കൈവന്ന ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞത് സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, ഇതൊക്കെ നിത്യമായി ഓതുന്ന വീടുകളിൽ വലിയ ഐശ്വര്യമുണ്ടാകും, വലിയ കാവലുണ്ടാകും, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉയരുന്നത് സന്ധ്യാനേരത്ത്, മഗ്‌രിബ് ഇശാഇൻ്റെ സമയത്ത് ഒക്കെ ഖുർആനാണോ, അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വല്ല സംഗീതങ്ങളുമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യൻ്റെ മനസ്സിനെ കൂടുതൽ കാഠിന്യത്തിലേക്ക്, കഠിനമായ അവസ്ഥയിലേക്ക് രൂപപ്പെടുത്തുന്നതാണ് വലിയ മ്യൂസിക്കോട് കൂടിയുള്ള സിനിമാറ്റിക് ഗാനങ്ങളും മറ്റും. അതിന്ന് വേറെ ഒന്നും, ഒരു ആനന്ദമല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ല. അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം കേൾക്കാനാണ്. ആ കലാം ഓതുന്നിടത്ത് ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ടാകും. അതുകൊണ്ടാണ് മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ വെച്ച്, മരിച്ച ആളുകളുടെ അടുത്ത് വെച്ച് ഇഖ്റഉ വലാ മൗതാക്കും സൂറത്ത് യാസീൻ, നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്ന് ഹദീസിൽ പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു. ആ ഖുർആൻ ഒരു വീട്ടിൽ നിന്ന് ഉറക്കെ ഓതുമ്പോൾ അത് മറ്റുള്ളവർക്ക് കേൾക്കുക എന്നത് പോലും പ്രതിഫലാർഹമാണ്. ആ ഖുർആൻ ഓതുന്നത്, കേൾക്കുന്നത് കൊണ്ട് നമുക്കൊരുപാട് പ്രതിഫലം ലഭിക്കും. നമ്മുടെ മനസ്സ്, ആ മനസ്സ് ഏറ്റവും നന്മയുള്ള മനസ്സായി മാറും. അള്ളാഹുവിൻ്റെ ഈമാൻ, ആ ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്ന കൽബിൻ്റെ ഉടമകളായി മാറും. അങ്ങനെ ആ ഖുർആൻ ഓതി 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 അവസാനവും അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കാൻ സാധിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. അവർ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ റജബ് അത് ഖുർആനുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം, ഒരു നല്ലൊരു ഹൃദ്യമായ ബന്ധം നമ്മൾ സൂക്ഷിച്ച് ഖുർആൻ്റെ പേജുകൾ തൊടാനും, ആ ഖുർആൻ്റെ പേജുകൾ മറിക്കാനും, ആ ഖുർആനിലേക്ക് കൂടുതൽ നോക്കാനും, അങ്ങനെ നോക്കി ഓതാനും, ഓതുന്നത് കേൾക്കാനുമൊക്കെയുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളോട് ചോദിക്കും, ആ ഇമാമുക്ക, നിൻ്റെ ഇമാമ്, നീ ഫോളോ ചെയ്യുന്ന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഖുർആനു ഇമാമി, ഖുർആനാണ് എൻ്റെ ഇമാം എന്ന് ഖബറിൽ ഒറ്റയ്ക്ക് മറുപടി പറയണമെങ്കിൽ ആ ഖുർആനും നമ്മളും എന്തെങ്കിലും ബന്ധമുണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.